പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. നമസ്കാരം, എൻ്റെ പേര് ദേവനന്ദ. പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പൊ നമുക്ക് പലഹാരം ഉണ്ടാക്കി തരും, കഥ പറഞ്ഞുതരും, പിന്നെന്താ അവരുടെ വൈകുന്നേരത്തെ നാമം ചൊല്ലല്, അങ്ങനെ ആകെപ്പാട് ഭയങ്കര ഐശ്വര്യമായിരിക്കും. ഇതേപോലെ തന്നെ ഒരു അമ്മൂമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. ആളുടെ പേര് മാധവിയമ്മ എന്നാണ്. കേൾവി ഒരല്പം കുറവാണെങ്കിൽ എന്താ, വായിന്ന് വന്നത് കൊതിയും നുണയും പരദൂഷണം. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും, തുടങ്ങും മകക്ക് കല്യാണപ്രായമായില്ലേ, അവളെ കെട്ടിക്കണില്ലേ. എൻ്റെ അമ്മ ഒരു 100 വട്ടം അവരോട് പറഞ്ഞു, ഇല്ല അവക്കതിനുള്ള പ്രായമായിട്ടല്ല, അവള് കൊച്ചാണ്. അപ്പം തുടങ്ങും, അതെങ്ങനെയാ ഇതിനൊക്കെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ 3-ാം പക്കം ഇങ്ങ് പോരത്തില്ലേ അമ്മായിയമ്മയുടെ തല ചട്ടിക്കടിച്ചിട്ടെന്ന് എന്നും പറയും. സത്യത്തിൽ ആള് മൊത്തം നെഗറ്റീവാണ് കേട്ടാ. കുളിച്ചോടിയെന്ന് ചോദിച്ചാ ഒളിച്ചോടിയെന്നേ അവര് കേൾക്കത്തുള്ളു. പിന്നെ ചൂല് കീറി വെക്കാൻ പറഞ്ഞാൽ അവർ ചൂരക്കറി വെച്ചിട്ട് പോകും. അതാ പ്രകൃതം. പിന്നെ വഴി കൂടി ഒരു മനുഷ്യനെ പോട്ട് പട്ടിക്കുഞ്ഞിനെ പോലും വെറുതെ വിടിയല. ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവായിരുന്നു. അബദ്ധത്തിൽ ഇവരുടെ മുന്നിൽ ചെന്ന് ചാടി. ഞങ്ങൾ പിന്നെ പറഞ്ഞ് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ്, അമ്മയ്ക്ക് ലോ പ്രഷർ, നോട്ട് ദ പോയിന്റ്, അമ്മയ്ക്ക് ലോ പ്രഷർ ആണെന്ന്. തിരിച്ച് വീട്ടിലെത്തേണ്ട താമസം ആ നാട്ടിൽ മൊത്തം പറഞ്ഞിരിക്കുക എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന്. അതും കയ്യിൽ നിന്നിട്ട് തലയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന്. ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. ഞാൻ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നപ്പം വീട്ടുമുറ്റത്ത് ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ ചോദിച്ചപ്പോ എന്താ മാധവിയമ്മ പറഞ്ഞെന്ന്, എൻ്റെ അപ്പൂപ്പനെ ലോറി ഇടിച്ചെന്ന്. എൻ്റെ പൊന്നോ, കേട്ടപാടെ ഓട്ടി ഞാൻ അകത്തേക്ക്. ചോദിച്ചപ്പോഴാ എൻ്റെ അപ്പൂപ്പനൊരു 100 രൂപ കാശ് ലോട്ടറി അടിച്ചതിനാണ് ഇവര് ലോറി ഇടിച്ചെന്ന് പറഞ്ഞു നടന്നത്. പിന്നെ മാധവിയമ്മയ്ക്ക് പറ്റിയൊരു കൊച്ചുമോനുണ്ട്, പറയാതിരിക്കാൻ പറ്റിയല്ല, തനി പകർപ്പ്. ഇവരിടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുവേ. ആള് ഭയങ്കര കുസൃതിയാ. ഞാൻ ചുമ്മാ കുറച്ച് അരി കാണിച്ചിട്ട് ഇതെന്തുവാടാന്ന് ചോദിച്ചേ. അവൻ ജന്മം ചെയ്ത അരി എന്ന് പറയണില്ല, അവൻ അറിയാം പക്ഷെ പറയണില്ല. അല്ല, അവനെ കൊണ്ട് അരി എന്ന് പറയിക്കണമല്ല. ഞാൻ കുറച്ച് നെല്ലെടുത്ത് കാണിച്ചിട്ട് ഇതെന്തുവാടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു നെല്ല്. ഞാനൊരു നെല്ലെടുത്ത് അത് പൊളിച്ചതിനകത്ത് അരി എടുത്ത് കാണിച്ചിട്ട് ഇതെന്തുവാ. അവൻ പറയുക അത് നെല്ലിന്റെ കുരുന്ന്. അല്ല, അവനത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, മാധവിയമ്മയുടെ ആണേ കൊച്ചുമോൻ. അങ്ങനെ ഒരു ദിവസം ഈ കൊച്ചുമോനും അമ്മുമ്മയും കൂടെ ഒരു ദിവസം അമ്പലത്തിൽ ചെന്നിട്ടേ അമ്പലക്കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച്, എന്നിട്ട് അവിടെ വെച്ച് എന്നെ വെട്ടി തേച്ച് കഴിയിരിക്കണം. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ അവിടെ അമ്പലത്തിൽ ശുദ്ധികലശം നടക്കുക. ചെയ്യാതിരിക്കാൻ പറ്റുവാ? ദോഷം പറയതല്ല, മാധവിയമ്മയ്ക്ക് കരിനാക്ക് മാത്രം ഇല്ല കേട്ടാ. ഒരു ദിവസം ഞാനിങ്ങനെ നിന്നപ്പം ഇങ്ങനെ ഓടി വന്ന് എന്നോട് പറഞ്ഞു, അപ്പുറത്തെ ത്രേസ്യാമ്മച്ചിയുടെ കോഴിയെ കാണാൻ എന്നാ ഭംഗിയാടി, നല്ല തടിമിടുക്കൻ ജഗജില്ലം പൂവങ്കാരൻ കോഴിന്ന്, അല്ല പൂവാലൻ കോഴിന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ഇതെന്താണിത്, ഓട്ടിച്ചെന്ന് അതിനെ കാണാൻ. ചെന്ന് നോക്കിയപ്പോഴാ ചത്ത് മലിച്ച് സല്യൂട്ട് ഓടിച്ച് ദാണ്ട കിടക്കണ പോലീസുകാരൻ പൂവങ്കോഴി. അങ്ങനെ നാട്ടുകാർക്ക് മൊത്തം ഒരു മുട്ടം പാരയാണിവര്. ഇവരെങ്ങാനും വഴിയിലേക്ക് ഇറങ്ങിയെന്ന ആ പ്രദേശം മൊത്തം ബന്ധായിരിക്കും. നാട്ടുകാരെല്ലാം വീട്ടിൽ കയറി കഥ കടയ്ക്കും. അവർക്കറിയാം എവിടെയെങ്കിലും ഒരു ഇച്ചിരി സന്തോഷം ഉണ്ടെങ്കിൽ അതും കൂടെ തല്ലിക്കെടുത്തിയിട്ടേ മാധവിയമ്മ പോവുള്ളെന്ന്. അമ്പലപ്പറമ്പി ചുമ്മാ ഇരിക്കട്ടെ ചേട്ടന്മാരുടെ അടുക്ക ചെന്ന് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഇരുന്ന മതിയ മക്കളെ കുറച്ച് ചീത്തപ്പേരൊക്കെ കേൾപ്പിക്കണ്ടായോ എന്ന്. അതാണ് അവര്. അങ്ങനെ ആകെ മൊത്ത സംഭവ ബഹുലമാണ് മാധവിയമ്മ പ്ലസ് നമ്മുടെ കൊച്ചുമോനും. ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കഥകളുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു.